അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വജമീഇ മശായിഖിനൽ അസ്ഹരിയത്തി ശാലിയാത്തിയ വജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മളാ റജബുൻ വമാ അഹ്സൻത ഫീഹി വഹാദാ ഷഹ്റു ശഅബാനൽ മുബാറക്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റജബുൽ മുറജബിൻ്റെ അവസാന സമയവും പരിശുദ്ധ ശഅബാനുൽ മുഅല്ലം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷഹ്റുൽ ഇസ്തിഗ്ഫാറിൻ്റെ മാസം, ശഅബാൻ മാസം, ഷഹ്റു സ്വലാത്തി അലൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യമേറിയ മാസവും നമ്മളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ദോഷങ്ങളെ നാം അള്ളാഹുവിനോട് എപ്പോഴും തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ മഅസൂമാണ്. മാത്രമല്ല സയ്യിദുൽ മഅസൂമീൻ. അമ്പിയാക്കളും മലായിക്കത്തും അലൈഹിമുസ്സലാം മഅസൂമീങ്ങളാണ്, ദോഷങ്ങളത്തൊരു ശുദ്ധരാണ്. എല്ലാ മഅസൂമീങ്ങളെയും സർവ്വസൃഷ്ടികളുടെയും നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ. അവിടുന്ന് എല്ലാ ദിവസവും 70 പ്രാവശ്യവും 100 പ്രാവശ്യവും ഇസ്തിഗ്ഫാർ ചൊല്ലി ഈ ഉമ്മത്തിനിക്ക് പഠിപ്പിച്ചു തന്നു. സയ്യിദുൽ മഅസൂമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അള്ളാഹുവിനോട് ഇത്രമാത്രം ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ, ദോഷികളായ ഉമ്മത്ത്, ദോഷികളായ നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റജബ് മാസം അവസാന സമയം ഷഹ്റുൽ ഇസ്തിഗ്ഫാർ ആയതുകൊണ്ട്, പ്രത്യേകിച്ചും റജബ് മാസം അവസാന ഈ സമയത്ത് ധാരാളം ഇസ്തിഗ്ഫാർ നാം അധികരിപ്പിക്കേണ്ടതുണ്ട്. ഷഹ്റുൽ ഇസ്തിഗ്ഫാർ റജബുൽ മുറജബിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിറാസയിൽ നാം സംസാരിച്ചു. ഒരുപാട് മഹത്തുക്കൾ റജബ് മാസത്തിൽ പ്രത്യേകിച്ചും ഇസ്തിഗ്ഫാറുകൾ അവർ ജീവിതത്തിൽ പകർത്തിരുന്നത് കൻസുൻ നജാഹ്, അതുപോലെ ലതായിഫ് അഷ്റഫി പോലത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിറാസയിൽ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും റജബിൻ്റെ അവസാന സമയം നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാർ, പ്രത്യേകിച്ചും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് അറിയപ്പെടുന്ന, അതുപോലെ അൽ ഇസ്തിഗ്ഫാറുൽ കബീർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഇസ്തിഗ്ഫാറുകൾ നമ്മൾ ധാരാളം അധികരിപ്പിക്കേണ്ടതുണ്ട്. അജായിബാത്തുൽ ഇസ്തിഗ്ഫാർ, അങ്ങനെ തുടങ്ങിയ ഇസ്തിഗ്ഫാറുകൾ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗബ അധികരിപ്പിക്കണം, റബ്ബിനോട് തൗബ അപേക്ഷിക്കണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ജീവിതത്തിൽ സകല സമയം വേണം, പ്രത്യേകിച്ചും ഈ പുണ്യമേറിയ മാസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ റജബിൻ്റെ അവസാന സമയം ഷഹ്റുൽ ഇസ്തിഗ്ഫാറായ റജബിൽ. പരിശുദ്ധ ഖുർആനിൽ വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ വയസ്തഗ്ഫിറൂന ബിൽ അസ്ഹാർ എന്നൊക്കെ പ്രത്യേകമായി അത്തായ സമയത്ത് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കലിനെ സംബന്ധിച്ച് ധാരാളം മഹത്തുക്കളുടെ, മഹാന്മാരുടെ, മഹത്തുക്കളുടെ, സ്വാലിഹീങ്ങളുടെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ സഹോദരങ്ങൾക്ക് അത്തായ സമയം അവരെ റഫ്ഉദ് ദറജാത്തിന് വേണ്ടിയും ഇസ്തിഗ്ഫാറും മറ്റും ചെയ്തത് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തി. ഏതായാലും പരിശുദ്ധമായിരിക്കുന്ന ശഅബാൻ മാസം നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ശഅബാൻ മാസം സ്വലവാത്തിൻ്റെ മാസമാണ്. ധാരാളം സ്വലവാത്ത്, സലാം നാം അധികരിപ്പിക്കണം. മാത്രമല്ല പരിശുദ്ധമായിരിക്കുന്ന ശഅബാൻ മാസത്തിലാണ് സ്വലാത്തിനെ സംബന്ധിച്ചിട്ടുള്ള കൽപ്പന. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന പുണ്യമേറിയ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ ജുസിലുള്ള സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്ത്. ഇത് പരിശുദ്ധ ശഅബാൻ മാസത്തിലാണ് ഇറങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം
ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മവാഹിബുൽ ലദുനിയ മഖ്സദ് 7 രണ്ടാം ഫസ്ൽ ഫി ഹുക്മി സ്വലാത്തി 2ാം വാല്യം 506 പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹിജാസി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 978 വഫാത്തായ മഹാനവറുകൾ തുഹ്ഫത്തുൽ ഇഖ്വാൻ 53 പേജിലും പറഞ്ഞത് കാണാം. സ്വലവാത്തിന്റെ കൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആ മാസം ശഅബാൻ മാസമാണ്. ഷഹ്റു സ്വലാത്തി അല നബിയിൽ മുഖ്താർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ. മാത്രമല്ല സ്വലവാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ശഅബാൻ മാസം സ്വലാത്ത് അധികരിപ്പിക്കലിനെ സംബന്ധിച്ച് ധാരാളം മഹത്വങ്ങളും ചില മഹത്തുക്കളെ തൊട്ട് ഉദ്ധരിച്ചത് കാണാം. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഹാഫിള് സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഖൗലുൽ ബദീഅ് 5ാമത്തെ ബാബ് സ്വലാത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് 395 പേജിൽ സയ്യിദുന ഇമാം ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു, ജഅഫർ സ്വാദിഖിന്റെ റളിയല്ലാഹുവിന്റെ മാസമാണല്ലോ റജബ് മാസം. പല രാജ്യങ്ങളിലും പ്രത്യേകിച്ചും മഅമൂലാത്തു അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പുണ്യാചാരം എന്ന നിലക്ക് ജഅഫർ സ്വാദിഖ് റളിയല്ലാഹുവിനെ പ്രത്യേകമായി അനുസ്മരിക്കുകയും പ്രധാനപ്പെട്ട പ്രത്യേകമായ സദസ്സുകളും മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വിശദമായി കഴിഞ്ഞ ദിറാസത്തുൽ അസ്ഹരിയ റജബ് മാസത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ റജബിൽ വഫാത്തായ ഷഅബാനിൽ വഫാത്തായ സർവ്വ മഹത്തുക്കളുടെയും സർവ്വ മുഅ്മിനീങ്ങളുടെയും ദറജാത്ത് ഉയർത്തി അവർക്ക് മദദ് ഹിമായത്ത് ഷഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകി നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും സയ്യിദുന ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്ക് ഹാഫിള് സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഖൗലുൽ ബദീഅ് 5ാം ബാബിൽ പറഞ്ഞത് കാണാം. മൻ സ്വല്ല അല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി ശഅബാന കുല്ല യൗമിൻ 700 മറ. വല്ലവരുത്തനും ശഅബാൻ മാസം എല്ലാ ദിവസം 700 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ യുവക്കിലുല്ലാഹു തആല മലായികത്തൻ ലിയൂസിലുഹാ ഇലൈഹി, മലക്കുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിക്കും ഈ സ്വലവാത്തുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി. വതഫ്റഹു റൂഹു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷറഫാക്കപ്പെട്ട ആത്മാവ് സന്തോഷിക്കുമെന്നും. സുമ്മ യഖൂലുല്ലാഹു തആല, പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറയും, അനിസ്തഗ്ഫിറൂ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ ശഅബാനിൽ ഇത്ര ധാരാളം സ്വലാത്ത് ചൊല്ലിയ ഇദ്ദേഹത്തിനേക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് പറയും. അതായത് സയ്യിദുന ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് ശഅബാൻ മാസം എല്ലാ ദിവസം 700 പ്രാവശ്യം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ മേൽ ചെല്ലുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് കൽപ്പിക്കും ഈ സ്വലവാത്തുകൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുണ്യാത്മാവ് ആ പരിശുദ്ധമായിരിക്കുന്ന റൂഹ് മുബാറക്ക് സന്തോഷിക്കുകയും അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് കൽപ്പിക്കും ഈ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും ചെയ്യുമെന്ന് സയ്യിദുന ജഅഫർ സ്വാദിഖ് ഇബ്നു സയ്യിദുന ഇമാം ബാഖിർ ഇബ്നു സയ്യിദുന സൈദുൽ ആബിദീൻ ഇബ്നു സയ്യിദുൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹും ആ മഹത്തുക്കളിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദുന ജഅഫർ സ്വാദിഖ് തങ്ങൾ മഹാനവറുകൾ പറഞ്ഞത് ഹാഫിള് സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഖൗലുൽ ബദീഅ് 5ാം ബാബിൽ 395 പേജിൽ പറയുകയാണ്. അതല്ലേ ബഹുമാനപ്പെട്ട ഉസ്താദു സമൻ അല്ലാമ ഹസൻ റസൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി സ്വലവാത്ത് അധികരിപ്പിക്കാനും സ്വലവാത്ത് ജീവിതത്തിൽ എപ്പോഴും അധികരിപ്പിക്കാൻ നസീഹത്ത് ചെയ്തുകൊണ്ട് മഹാനവറുകൾ അവിടുത്തെ ദൗഖുൻ നഅത്ത് എന്ന ഗ്രന്ഥത്തിലെ 168 പറഞ്ഞു, ദുനിയാവ് ആഖിറത് മേ ജബ് മൈ റഹൂ സലാമത് പ്യാരെ പഠോ നാ ക്യൂं कर तुम पर सलाम हरदम, പ്യാരെ പഠൂ നാ ക്യൂं कर तुम पर सलाम हरदम. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് സലാം അധികരിപ്പിക്കണമെന്ന സ്വന്തത്തോടും മറ്റുള്ളവരോടും ഉപദേശിച്ചു കൊണ്ട് മഹാനവറുകൾ പാടിയതാണ്. ഏതായാലും അഹ്ലു ബൈത്തിൽപ്പെട്ട സയ്യിദുന ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു പറഞ്ഞ ഈ റിവായത്ത് അനുസരിച്ച് നമ്മൾ കഴിയുന്ന പരമാവധി പ്രവർത്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല മവാഹിബുൽ ലദുനിയ തുഹ്ഫത്തുൽ ഇഖ്വാനിൽ പറഞ്ഞതുപോലെ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്ത് ശഅബാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയിട്ടുള്ളത് എന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ അതോടുകൂടെ ഷഅബാൻ എന്ന് പറയുന്ന ഷഅബാൻ പരിശുദ്ധ
റമദാൻ ഷെരീഫിന്റെയും പരിശുദ്ധ റജബ് മുബാറക്കിന്റെയും മധ്യത്തിലുള്ള ഷഅബാനുൽ മുഅല്ലം, ഈ പുണ്യമേറിയ മാസം ഷഅബാനിക്ക് ഷഅബാൻ എന്ന പേര് ലഭിക്കാൻ കാരണം ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് കാണാം, ഇന്നമാ സുമ്മിയ ഷഅബാനു ലിഅന്നഹു യൻശഇബു ഫീഹി ഖൈറുൻ കസീർ. പരിശുദ്ധ ഷഅബാൻ മാസത്തിനേക്ക് ഷഅബാൻ എന്ന പേര്, ഈ ഷഅബാൻ മാസത്തിൽ ധാരാളം ഖൈറുകൾ ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ കരീം മുഹമ്മദ് റാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തദ്വീനു ഫി അഖ്ബാരി ഖസ്വീൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിന്റെ 1-ാം വാല്യം 153-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതായത് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ കരീം മുഹമ്മദ് റാഫി അൽ ഖസ്വീനി തങ്ങൾ പറയാണ്, ഉദ്ധരിക്കുകയാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഷഅബാൻ എന്ന് പേര് വെക്കാൻ കാരണം പറയുന്നത് ഷഅബാനിൽ ധാരാളം ഖൈറുകൾ ഉണ്ടാകും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ കരീം ഇബ്നു റാഫി അൽ ഖസ്വീനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തദ്വീനു ഫി അഖ്ബാരി ഖസ്വീൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ 1-ാം വാല്യം 153-ൽ പറയുന്നത്, ഈ ഹദീസിന്റെ മഅന എന്താണ്? ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുസ്ലിം സമുദായം ഷഅബാൻ മാസത്തിൽ ദിക്ർ കൊണ്ടും അദ്കാർ കൊണ്ടും മറ്റു ഹസനാത്ത് കൊണ്ടും പരിശുദ്ധ ഖുർആന്റെ തിലാവത്ത് കൊണ്ടും റമളാൻ ഷെരീഫിലേക്ക് തയ്യാറെടുപ്പ് നടത്തുകയും അങ്ങനെ ഷഅബാൻ മാസത്തിനെ സജീവമാക്കുകയും ധാരാളം ഖൈറുകൾ സമ്പാദിക്കണം എന്നാണ് ഈ ഹദീസിന്റെ ഉദ്ദേശമെന്ന് ഇമാം അബ്ദുൽ കരീം ബിൻ മുഹമ്മദ് റാഫി അൽ ഖസ്വീനി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തദ്വീൻ ഫി അഖ്ബാരി ഖസ്വീൻ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഷഅബാൻ എന്ന് പറയുന്ന ഈ പദത്തിൽ 5 ഹർഫുകളുണ്ട്. ഷഅബാൻ എന്ന് പറയുന്ന ഈ പദത്തിൽ 5 അക്ഷരങ്ങളുണ്ട്. ഷീന്, ഐന്, ബാ, അലിഫ്, നൂന്. ഷീൻ എന്ന് പറഞ്ഞാൽ ഷറഫ്, ഐൻ എന്ന് പറഞ്ഞാൽ ഉലുവ്, അലിഫ് എന്ന് പറഞ്ഞാൽ ഉൽഫത്ത്, നൂൻ എന്ന് പറഞ്ഞാൽ നൂറ്. ഇങ്ങനെ അർത്ഥമുണ്ട് എന്നും അതുകൊണ്ട് ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നന്മകൾ, ഒരുപാട് ഈ അടിമകൾക്ക് ഒരുപാട് മഹത്വങ്ങൾ നൽകുമെന്നും ഒരുപാട് ഹസനാത്ത് കൂലികൾ നൽകുമെന്നും ഹസനാത്തിന്റെ വാതിലൊക്കെ തുറക്കപ്പെടുമെന്നും ബർക്കത്തുകളൊക്കെ ധാരാളം ഉണ്ടാകുമെന്നും ദോഷങ്ങളൊക്കെ മാഫാകുമെന്നും ഒരുപാട് തെറ്റുകളൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന ഈ പുണ്യമേറിയ മാസമാണെന്ന് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖ്, അതായത് ഗുനിയത്തു ത്വാലിബിന്റെ 1-ാം വാല്യം 341-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഷഅബാൻ മാസം വരുമ്പോൾ നിങ്ങൾ ശരീരത്തെ നിങ്ങൾ ശുദ്ധിയാക്കുകയും നിയ്യത്തുകളൊക്കെ നന്നാക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബ് 101-ാമത്തെ ബാബിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചത് കാണാം. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ ഇത് പ്രത്യേകമായി കണക്കിലെടുത്തിരുന്നത്. പരിശുദ്ധ റമദാൻ ഷരീഫിലേക്ക് സ്വാഗതമാക്കി മുന്നോടിയായി ഷഅബാൻ മാസത്തിനെ ധാരാളം സൽക്കർമ്മങ്ങളെ കൊണ്ട് സജീവമാക്കിയിരുന്നു. സ്വഹാബത്തുൽ കിറാമിന്റെ ശൈലി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷഅബാൻ മാസം വന്നാൽ മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ജോലിയാവുകയും മാത്രമല്ല സക്കാത്തിന്റെ സമയം ആകുന്നതിന് മുമ്പ് തഅജീലു സക്കാത്തിലേക്ക് ഷഅബാൻ മാസത്തിൽ തന്നെ ധാരാളം സക്കാത്ത് കൊടുക്കുമായിരുന്നു. മാത്രമല്ല പാവപ്പെട്ട ആളുകൾക്കും മിസ്കിന്മാർക്കൊക്കെ ബലഹീനുള്ള ആളുകൾക്കൊക്കെ റമദാൻ മാസം നോമ്പ് നല്ല ആവതോടുകൂടെ താക്കത്തോടുകൂടെ ഇസ്തിദാഅത്തോട് ഉണ്ടാകാൻ വേണ്ടി ഷഅബാൻ തന്നെ സക്കാത്ത് കൊടുക്കുന്ന പതിവും സ്വഹാബത്തിനിക്ക് ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബിൻ അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മാദാ ഫി ഷഅബാൻ എന്ന ഗ്രന്ഥത്തിന്റെ 44-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ഷഅബാൻ മാസം പരിശുദ്ധ ഖുർആന്റെ മാസമാണ്, പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള മാസമാണെന്ന് മഹാന്മാർ പറഞ്ഞത് കാണാം. സൽമത്ത് ബിൻ കുഹൈൽ എന്നിവർ പറയുന്നു റഹിമഹുല്ലാ, ഷഅബാൻ മാസം പരിശുദ്ധ ഖുർആൻ ഓതുന്നവരുടെ മാസമാണ്. സയ്യിദുന ഹബീബ് ബിൻ അബി സാബിത്ത് എന്നിവർ പറയുന്നു, ഷഅബാൻ വന്നാൽ മഹാനവറുകൾ പറയും ഇത് ഖാരികളുടെ മാസമാണ്, ഖുർആൻ ഓതുന്ന ആളുകളുടെ മാസമാണ്, ഖാരികളുടെ മാസമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയും. മാത്രമല്ല സയ്യിദുന അംർ ബിൻ ഖൈസ് എന്നിവർ പറയും, ഷഅബാൻ മാസം വരുമ്പോൾ മഹാനവറുകൾ തന്റെ കടകളൊക്കെ ബന്ദ് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി അതിനു വേണ്ടി തന്നെ സമയം ചെലവാക്കിയിരുന്നു. സയ്യിദുന അംർ ബിൻ ഖൈസ് എന്നവർ ഷഅബാൻ മാസം വരുമ്പോൾ കടകളൊക്കെ ബന്ദ് ചെയ്ത് പരിശുദ്ധ ഖുർആൻ ഓതാനായിട്ട്
മുഴുവൻ സമയം ചെലവാക്കിയിരുന്നു എന്ന് സയ്യിദ് മുഹമ്മദ് ബിൻ അലവി മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മാദാഫി ഷഅബാൻ 44-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത് ഈ മഹത്തുക്കളൊക്കെ ചെയ്തതുപോലെ കുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വ കുല്ലു ശർറിൻ ബിബ്തിദാഇ മൻ ഖലഫ്, എല്ലാ വിഷയത്തിലും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളെ ബർക്കത്ത് നന്നാക്കി തരുമാറാകട്ടെ. എല്ലാ വിഷയത്തിലും നമ്മൾ മുൻഗാമികളായ മഹാന്മാരോട് പിൻപറ്റേണ്ടതുണ്ട്. ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിലും ശഅബാൻ മാസത്തിന് അശ്രദ്ധയിലാക്കാതെ നമ്മൾ നല്ല നിലയ്ക്ക് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, മുൻഗാമികളായ മഹാന്മാരോട് പിൻപറ്റിക്കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പാടിയ ബൈത്ത് മലാ റജബുൻ വമാ അഹ്സൻത ഫീഹി വഹാദാ ശഹ്റു ശഅബാനൽ മുബാറക്. റജബ് മാസം കഴിഞ്ഞുപോയി, പക്ഷേ ഒരു നന്മയും നീ ചെയ്തിട്ടില്ല. വേണ്ടതുപോലെ റജബിനെ ആദരിക്കാൻ കഴിയാത്ത, റജബിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാത്ത നമ്മളെപ്പോലത്തെ ആളുകളോട് മഹാന്മാർ ഉപദേശിക്കാണ് മലാ റജബുൻ വമാ അഹ്സൻത ഫീഹി, റജബ് മാസം കഴിഞ്ഞുപോയി, സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. വഹാദാ ശഹ്റു ശഅബാനൽ മുബാറക്, ബർക്കത്താക്കപ്പെട്ട ശഅബാൻ മാസം ഇതാ കടന്നു വന്നു. എന്നിട്ട് പാടുന്നു ഫയാമൻ ദയ്യഅൽ ഔഖാതി ജഹ്ല ബിഹുർമതിഹാ അഫിഖ് വഹ്ദർ ബവാറക്. ശഅബാൻ മാസത്തിന്റെ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് ഇതിന്റെ സമയങ്ങളൊന്നും നീ നഷ്ടപ്പെടുത്തല്ല. നീ നല്ല ബോധത്തോടുകൂടെ ശഅബാനെ ബഹുമാനിച്ചുകൊണ്ട് അതുപോലെ ഇതിന്റെ ബർക്കത്തുകളൊന്നും നീ നഷ്ടപ്പെടുത്തല്ല, നശിച്ചു പോകലിനെ തൊട്ട് നീ സൂക്ഷിച്ചോ എന്ന് മഹാന്മാര് പാടുകയാണ്. എന്നിട്ട് പറഞ്ഞു ഫസൗഫ തുഫാരിഖുൽ ലദ്ദാതി ഖഹ്റാ വയുഖ്ലിൽ മൗതു ഖുർഹം മിൻ കദാറക്. അതായത് നിനക്ക് പെട്ടെന്ന് തന്നെ നിന്റെ ലദ്ദത്തുകളൊക്കെ തിരിച്ചു വാങ്ങുന്ന ഒരു സമയം എടുക്കുന്നുണ്ട്. നിനക്ക് കിട്ടുന്ന രസങ്ങൾ, ജീവിതത്തിന്റെ രസങ്ങൾ, നിന്റെ നഫ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ പിടിച്ചു വലിക്കുന്ന, അതൊക്കെ വിട്ടുപിരിക്കുന്ന അങ്ങനത്തെ ഒരു സമയം വരുന്നുണ്ട്. അതായത് മരണം നിനക്ക് ഇപ്പോൾ അടുത്ത് ഇതാ ബമ്പിച്ചോട് കുറുഹായിട്ട് തന്നെ, ബമ്പനത്തോടുകൂടെ തന്നെ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു മരണം. അതുകൊണ്ട് നിന്റെ സമയം നീ നഷ്ടപ്പെടുത്തല്ല, ശഅബാൻ എന്നെ നല്ലതിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് മഹാന്മാർ പറയാൻ. എന്നിട്ട് പാടുന്നു തദാറക് മസ്തതഅത മിനൽ ഖതായ ബിതൗബതി മുഖ്ലിസിൻ വജ്അൽ മദാറക്. നല്ല ഇഖ്ലാസോടുകൂടെ മഹാന്മാർ പറയുന്നു, നല്ല ഇഖ്ലാസോടുകൂടെ നീ തൗബ ചെയ്തോ. നിന്റെ തൗബ ചെയ്ത് നിന്റെ ദോഷങ്ങൾക്ക് നീ പരിഹാരം കണ്ടെത്ത്. നീ ചെയ്ത ദോഷങ്ങളൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അതിനെ വീണ്ടെടുക്ക്. നീ കഫാറത്തായിട്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യ് എന്ന ഉപദേശം പറയുന്നു. അലാ ത്വലബിസ് സലാമത്തി മിൻ ജഹീമി ഫഖൈറു ദവിൽ ജറാഇമി മൻ തദാറക്. നരകത്തെ തൊട്ട് സലാമത്ത് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കണം. ജഹന്നമിനെ തൊട്ടുള്ള സലാമത്താണ് നിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാകേണ്ടത്. അതുകൊണ്ട് തെറ്റ് ചെയ്തവർ ആ തെറ്റുകൾക്ക് പരിഹാരമായി സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ തെറ്റുകൾക്ക് കഫാറത്താകുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് വീണ്ടെടുക്കണമെന്ന് മഹാന്മാർ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് നമ്മൾ ശഅബാൻ മാസത്തിനെ വലിയ നല്ല സൽക്കർമ്മങ്ങളോടുകൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത്, പ്രത്യേകിച്ചും നമ്മുടെ നാവിനെ സൂക്ഷിച്ച്, നമ്മുടെ മനസ്സുകൾ സൂക്ഷിച്ച്, നമ്മുടെ അവയവങ്ങളൊക്കെ സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തം ലഭിക്കുന്ന വിധത്തിൽ. കാരണം നമുക്ക് ഏറ്റവും വലിയത് അതാണല്ലോ, വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർളൂഹു. അല്ലാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ തങ്ങളെ പൊരുത്തമാണ് നമുക്ക് ഏറ്റവും വലിയത്. അതുകൊണ്ട് അതിന് വേണ്ടി നമ്മുടെ സമയങ്ങൾ ചെലവാക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സയ്യിദുനാ അബൂ മഅമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ശഅബാൻ മാസം റബ്ബിനോട് പറഞ്ഞു, ജഅൽതനീ ബൈന ശഹ്റൈനി അളീമൈൻ ഫമാ ജഅൽതലി. അതായത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ അമാലിൽ മുത്ലഖയിലും അതുപോലെ ജമാലുദ്ദീൻ ബിൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൂറു ഫി ഫളാഇലിൽ അയ്യാമി വശുഹൂർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. സയ്യിദുനാ അബൂ മഅമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശഅബാൻ മാസം അല്ലാഹുവിനോട് പറയും, യാ റബ്ബി ജഅൽതനി ബൈന ശഹ്റൈനി അളീമൈൻ ഫമാ ജഅൽതലി. എന്നെ രണ്ട് വണ്ണമായ മാസത്തിന്റെ ഇടയിലാക്കിക്കണ്. ഒന്ന് റജബ് മാസം, റജബ് കഴിഞ്ഞിട്ടാണ് വരുന്നത് ശഅബാൻ. മറ്റൊന്ന് റമദാൻ മാസം, റമദാൻ ഷരീഫ് വരുന്നതിന്റെ മുമ്പ് ശഅബാൻ. അതായത് റജബിന്റെയും ശഅബാന്റെയും മധ്യത്തിൽ എന്ന് നീ ആക്കിയിട്ടുണ്ട്. ഫമാ ജഅൽതലി, എനിക്കെന്താണ് മഹത്വം നീ ആക്കിയത് പടച്ചവനെ എന്ന് റബ്ബിനോട് ശഅബാൻ മാസം സംസാരിക്കും.
ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജഅൽതു ഫീക തിലാവത്തൽ ഖുർആൻ, നിന്നിൽ ഞാൻ പരിശുദ്ധ ഖുർആന്റെ ഓത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് റമദാൻ ഷരീഫിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ശഅബാനിൽ തന്നെ തിലാവത്തുൽ ഖുർആൻ അധികരിപ്പിക്കണം. അതോടുകൂടെ ഷഹ്റുസ് സ്വലാത്ത് ആയതുകൊണ്ട് സ്വലവാത്ത് അധികരിപ്പിക്കണം. ഏതായാലും അബൂ മഅ്മർ റളിയല്ലാഹു അൻഹു ഈ പുണ്യമേറിയ വാക്ക് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അമാലിൽ മുത്ലഖയുടെ 102-ാമത്തെ മജ്ലിസ് 125-ാമത്തെ പേജിലും അതുപോലെ ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അന്നൂറു ഫീ ഫളാഇലിൽ അയ്യാമി വശുഹൂറിന്റെ 173-ാമത്തെ പേജിലും വിശദമായി പറഞ്ഞത് കാണാം. അതുകൊണ്ട് ശഅബാൻ മാസം നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും സ്വഭാവം നന്നാക്കാൻ എന്തെല്ലാമുണ്ട് അതെല്ലാം ചെയ്യണം. തൗബ ധാരാളം അധികരിപ്പിക്കണം. കുഫ്രിയായ കലിമാത്ത്, കുഫ്റിന്റെ വാക്കുകളെ തൊട്ടൊക്കെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. അതോടുകൂടെ ദിക്ർ കൊണ്ടും അദ്കാർ കൊണ്ടും സ്വലവാത്ത് സലാം കൊണ്ടും പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഈ മാസത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ മാസത്തിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ ഹദീസിൽ പറഞ്ഞ ഈ വാചകം തന്നെ മതി, ഷഹ്റു ശഅബാന ഷഹ്രി. മുസ്നദുൽ ഫിർദൗസിൽ ബാബുർ റാ 2-ാം വാല്യം 275 3276-ാമത്തെ ഹദീസ് ഷരീഫ്. മുസ്നദുൽ ഫിർദൗസിൽ കാണാം, ഷഹ്റു ശഅബാന ഷഹ്രി, ശഅബാൻ മാസം എന്റെ മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് പറയിപ്പിക്കപ്പെട്ട ഈ ഹദീസ് ശഅബാൻ എന്റെ മാസമാണ്. അത് തന്നെ മതി. ഈ മാസത്തിനെ നമ്മൾ വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടെ കണ്ടെത്തേണ്ടതുണ്ട്. നോമ്പുകളെ കൊണ്ട് ഹയാത്താക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാൻ ഷരീഫിന്റെ നോമ്പ് തയ്യാറെടുപ്പ് പോലെ ശഅബാനിക്ക് നോമ്പിന് തയ്യാറെടുപ്പുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അന്നൂറു ഫീ ഫളാഇലിൽ അയ്യാമി വശുഹൂർ 173-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ റമദാൻ ഷരീഫിനെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് ശഅബാൻ മാസത്തിനെ നോമ്പ് നോൽക്കൽ അഫ്ളലാണ് എന്ന് നിശ്ചയം പറയുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കാണുമായിരുന്നു. അതുകൊണ്ടാണ് സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ മഹത്വമുള്ള നോമ്പ് ഏതാണ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, സുയാമു ശഅബാന തഅളീമൻ ലിറമളാൻ, പരിശുദ്ധ ശഅബാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അത് റമളാനെ ബഹുമാനിച്ചുകൊണ്ട്, റമളാൻ ഷരീഫിനെ ബഹുമാനിച്ചു ശഅബാൻ മാസം നോമ്പൊൽക്കുക അത് ഏറ്റവും അഫ്ളലായ നോമ്പുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുസന്നഫ് ഇബ്നു അബി ഷൈബ കിതാബു സിയാം ബാബു മാ ഖാലു ഫീ സിയാമി ശഅബാൻ 6-ാം വാല്യം 336. അതുപോലെ ഇമാം തുർമുദി തങ്ങൾ ജാമിഉ തുർമുദിലെ കിതാബു സക്കാത്ത് ബാബു മാ ജാഅ ഫീ ഫളി സ്വദഖ 2-ാം വാല്യം 145 ഹദീസ് 663-ാമത്തെ ഹദീസ്. അതുപോലെ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫളായിലുൽ ഔഖാത്ത് ബാബു ഫീ ഫളി ശഅബാൻ 28-ാം പേജിൽ ഹദീസ് 26-ാമത്തത്. ഇങ്ങനെ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തതായി കാണാം. മാത്രമല്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിൽ ബാബും ഫീ ശഅബാൻ ബാബു സൗമി ശഅബാൻ എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിൽ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്താ നഖൂൽ ലാ യുഫ്തിറു വയുഫ്തിറു ഹത്താ നഖൂല ലാ യസൂമു ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ഷഹറിൻ ഇല്ലാ റമളാൻ വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. അതോടുകൂടെ മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, ലം യകുനി നബിയു സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം യസൂമു ഷഹറൻ അക്സറ മിൻ ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ശഅബാൻ മാസം അധികവും നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന ഈ ഹദീസ് പറഞ്ഞതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുദൂ മിനൽ അമലി മാ തുതീഖൂൻ ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു. നിങ്ങൾ ധാരാളം അമലുകൾ ചെയ്യുക, നിങ്ങളെ കഴിവനുസരിച്ച് ധാരാളം അമലുകൾ ചെയ്യുക. ശഅബാൻ മാസത്തിന്റെ നോമ്പിനെ സംബന്ധിച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്കും അതോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാന്റെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞത്, ഖുദൂ മിനൽ അമലി മാ തുതീഖൂൻ
ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു. നിങ്ങൾ അമലുകൾ ധാരാളം ചെയ്യണം, നിങ്ങൾ ആവതനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ധാരാളം നൽകുന്നവനാണ്, അവനിക്ക് ക്ഷീണം വരികയില്ല. നമ്മൾക്ക് അമൽ ചെയ്യുമ്പോൾ ക്ഷീണമുണ്ടാകാം, റബ്ബിനിക്ക് നൽകുന്നതിൽ ക്ഷീണമില്ല. അത്തരത്തിലുള്ള അവസ്ഥയെ തൊട്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധനാണ്. അതുകൊണ്ട് നമ്മൾ ധാരാളം അമൽ ചെയ്യാൻ പരിശ്രമിക്കണമെന്നും വഅഹബ്ബു സ്വലാത്തി ഇല നബിയ്യ സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം മാ ദൂയിമ അലൈഹി വഇൻ ഖല്ലത്ത് വകാന ഇദാ സ്വല്ല സ്വലാത്തൻ ദാവമ അലൈഹാ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിൽ ബാബു സൗബി ശഅബാൻ എന്ന് പറഞ്ഞ ഈ അധ്യായത്തിൽ ഉദ്ധരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശഅബാൻ മാസം ധാരാളം നോമ്പുകളെ കൊണ്ടും നമ്മൾ ഹയാത്താക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ റമളാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ റമളാൻ മാസത്തിലേക്കുള്ള ഒരു പ്രാക്ടിക്കലും അത് ആകുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ലതായിഫുൽ മആരിഫ് വളായിഫ് ഷഹ്രി ശഅബാൻ 155 പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മാസത്തെ നോമ്പിനെ വളരെ പ്രധാനമായി കാണുമായിരുന്നു എന്ന് അബൂ ദാവൂദ് റളിയല്ലാഹുവിന്റെ കിതാബു സൗം ബാബും ഫീ സൗമി ശഅബാൻ 2431 ഹദീസിൽ ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് കാണാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ബുഖാരിയിൽ പറഞ്ഞ ഹദീസ് ബാബു സൗബി ശഅബാൻ 1-ാം വാല്യം 648 ഹദീസ് 1970. അതേ സ്ഥാനത്ത് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരിനെ തജ്രീദാക്കിയിരിക്കുക ഇമാം അബുൽ അബ്ബാസ് സൈനുദ്ദീൻ അഹ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് സബീദി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ 901-ാമത്തതും അതുപോലെ 900-ാമത്തെ ഹദീസ്, അതായത് 379 380 തജ്രീദ് സ്വഹീഹുൽ ബുഖാരി അൽ മഅഖൂദ് മിൻ തജ്രീദ് സ്വരീഹിൽ ഇമാമി അബുൽ അബ്ബാസ് സൈനുദ്ദീൻ അഹ്മദ് ബിൻ അബ്ദുൽ ലത്തീഫ് സബീദി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മാസത്തിനെ ധാരാളം നോമ്പ് കണ്ട് ഹയാത്താക്കുമായിരുന്നു എന്നും മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനും റമളാൻ അല്ലാതെ തുടരെയായിട്ട് പരിപൂർണമായി അനുഷ്ഠിക്കുന്നത് കണ്ടിട്ടില്ല എന്ന ഒരു റിവായത്ത് തുർമുദിയിൽ കിതാബു സൗം ബാബു മാ ജാഅ ഫീ വിസാലി ശഅബാൻ ബി റമളാൻ, ശഅബാന്റെ നോമ്പ് റമളാനോട് ചേർത്തിക്കൊണ്ട് അനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട തുർമുദി ഇമാം 736-ാമത്തെ ഹദീസ്, അതുപോലെ നസായി ഇമാം 2349-ാമത്തെ ഹദീസിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളെ സംബന്ധിച്ച് സാമശഹറക്കുല്ല എന്ന ഒരു ഹദീസ് ബുഖാരിയിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫഇന്നഹു കാന യസൂമു ശഅബാന കുല്ലഹ, ശഅബാൻ മാസം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഇബ്നുൽ മുലഖിൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഹദായിഖുൽ ഔലിയ മജ്ലിസ് ഫി ഷഹരി ശഅബാൻ 2-ാം വാല്യം 593-ാമത്തെ പേജിൽ ഉമറുൽ ഉന്ദുലുസി റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ്. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഇതുപോലത്തെ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. മാ വളഹ വസ്തബാന ഫി ഫളായിലി ഷഹ്ർ റമളാൻ തുടങ്ങിയതിലൊക്കെ കാണാം ബഹുമാനപ്പെട്ട ഇബ്നുൽ മുലഖിൻ തങ്ങളും അതുപോലെ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസുകളൊക്കെ ചില ഹദീസുകളൊക്കെ അധികവും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, ചില ഹദീസിൽ മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഉദാഹരണം പറയാണ്. ഒരാള് ഒരു മാസം അധികം നോമ്പ് അനുഷ്ഠിക്കും, അതേ സ്ഥാനത്ത് ചില ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ സാമശഹ്റ കുല്ലഹു എന്നൊക്കെ അറബി കലാമിൽ പറയാൻ പറ്റുമല്ലോ. അതേ സ്ഥാനത്ത് ഒരാൾ രാത്രി മുഴുവനും ഇബാദത്ത് എടുക്കുന്നു, പക്ഷെ അതേ സ്ഥാനത്ത് ഭക്ഷണം കഴിക്കുന്നു, മറ്റു അത്യാവശ്യമായ സംഗതികളും ചെയ്യുന്നു എന്നിരിക്കെ പറയുമ്പോൾ ഖാമ ഫുലാനുൻ ലൈലഹു അജ്മഉ എന്ന് പറയാമല്ലോ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ മാസം അധികവും കുറച്ച് ദിവസങ്ങൾ ഒഴിച്ച് അധികവും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട ഇമാം തുർമുദിയുടെ കിതാബു സൗം ബാബു മാ ജാഅ ഫീ വിസാലി ശഅബാൻ റമളാന്റെ ഈ ഹദീസും അതുപോലെ ഈ മഹാന്മാരുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇതിന്റെ മാന ശഅബാൻ മുഴുവൻ നോമ്പൊക്കാൻ പാടില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ ശഅബാൻ മുഴുവനും പറഞ്ഞാൽ കുറച്ച് ദിവസം വഹിച്ച് ബാക്കി മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നും അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാന്റെ ശേഷം ഏതെല്ലാം പുണ്യമേറിയ മാസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ച മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയ അതോടുകൂടെ റജബ് ശഅബാൻ ഈ 2 മാസം പരിപൂർണമായും എന്നിട്ട് റമളാൻ മാസം
ഫർളായ നോമ്പ്, പിന്നെ ഷവ്വാലിന്റെ 6 നോമ്പ്, 96 നോമ്പ് നോക്കുന്ന പതിവുകൾ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർക്കുണ്ട്. ഇന്നും പല ആളുകളും 96 നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ആദാത്തു സാദാത്തി സാദാത്തുൽ ആദാത്ത്, അത് ബഹുമാനപ്പെട്ട ഇമാം ഷിഹാബുദ്ദീൻ അഹമ്മദ് ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവുൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശറഇയ്യ എന്ന് പറയുന്ന മഹത്തായ ഫതാവയിൽ ചോദ്യം ചോദിച്ചപ്പോൾ വിശദമായി മഹാനവരുകൾ ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ മറ്റു മഹാന്മാരൊക്കെ പറഞ്ഞ് ഉദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും 96 നോമ്പ്, അത് 2 മാസത്തെ നോമ്പ് സുന്നത്തും അതുപോലെ റമദാൻ മാസത്തിന്റെ ഫർളും അതുപോലെ ശവ്വാൽ 6 ദിനത്തെ നോമ്പ്, ഇതെല്ലാം കൂടിക്കൊണ്ടുള്ള 96 നോമ്പുകൾ മഹാന്മാരും മുൻഗാമികളും അതുപോലെ ഇന്നും പലരും അനുഷ്ഠിക്കാറുണ്ട്. അത് പുണ്യകർമ്മം തന്നെയാണ്. അതേ സ്ഥാനത്ത് ഈ ഹദീസിന്റെ ഉദ്ദേശമാണ് ഈ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയത്. അതോടുകൂടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തിനാണ് ശഅബാൻ മാസത്തിന്റെ നോമ്പ് ഇത്രമാത്രം പരിഗണിച്ചിരുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുന ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം നസായി തങ്ങൾ കിതാബു സിയാമിലെ ബാബു സൗമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 387 പേജിൽ, അതുപോലെ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി മുകാശഫത്തുൽ ഖുലൂബിലൊക്കെ പറഞ്ഞത് കാണാം. റജബിന്റെയും റമളാന്റെ മധ്യത്തിലുള്ള മാസം ജനങ്ങൾ അധിക ആളുകളും അശ്രദ്ധരാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും, കാരണം ഈ മാസത്തിലാണ് അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹളറത്തിലേക്ക് എത്തിക്കപ്പെടുക. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമല് അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് വെളിവാക്കുമ്പോൾ ഞാൻ നോമ്പുകാരനായി ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശഅബാൻ മാസം നോമ്പനുഷ്ഠിക്കാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെ റിവായത്തുകൾ മുസ്നദ് അബൂ യഅല മുഹദ്ദിസുൽ കബീർ അബൂ യഅല റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദ് ആയിഷ 4-ാം വാല്യം 277 പേജിലൊക്കെ ധാരാളം പറഞ്ഞത് കാണാം. ഈ മാസത്തിൽ മരണപ്പെടുകയാണെങ്കിൽ ഞാൻ നോമ്പിന്റെ അവസ്ഥയിൽ ആകണം എന്നൊക്കെ ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. കാരണം ഈ ശഅബാൻ മാസത്തിലാണ് എല്ലാവരുടെ ഹയാത്ത് മൗത്തൊക്കെ എഴുതപ്പെടുക. അതുകൊണ്ട് അത് വെളിവാക്കുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്നദ് അബൂ യഅല, മുസ്നദ് അബി യഅല 4-ാം വാല്യം 277 പേജിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ റജബിന്റെയും റമളാന്റെ മധ്യത്തിലുള്ള മാസം അധിക ജനങ്ങളും അശ്രദ്ധയിലായിരിക്കും. നമ്മൾ ആ അശ്രദ്ധ പാലിക്കാതെ നമ്മൾ ശഅബാൻ മാസത്തിന് വളരെ അതവും ബഹുമാനം നമ്മൾ വെളിവാക്കണമെന്നും സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണമെന്നും ഈ സന്ദർഭത്തിൽ എൻ്റെ നഫ്സിനോടും സർവ്വ മുഅ്മിനീങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ശഅബാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ശഅബാനിൽ വഫാത്തായ ഒരുപാട് മഹാന്മാർ, അല്ലാഹു ആ മഹാന്മാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ചും ശഅബാൻ മാസത്തിലെ പ്രത്യേകമായ രാവ് ലൈലത്തുൽ ബറാഅ നമുക്ക് ഇൻഷാ അല്ലാഹ് ദിറാസത്തുൽ അസ്ഹരിയ ഫീ ഷഅനി ലൈലത്തുൽ ബറാഅ അതിൽ നമുക്ക് വിശദീകരിക്കാം. ഏതായാലും ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസം സ്വലവാത്തിന്റെ മാസമാണ്. ആ സ്വലവാത്തിന്റെ മാസം നമ്മൾ ധാരാളം സ്വലവാത്ത്, അതോടുകൂടെ പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള മാസമാണെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് റമളാനിൽ ഖുർആൻ അധികരിപ്പിക്കണം. അതിന്റെ മുഖദ്ദിമയായി നമ്മൾ ശഅബാനിൽ തന്നെ ധാരാളം ഖുർആൻ ഓതുകയും ഖുർആൻ ഓതാൻ തുടങ്ങുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്താണ്. ശഅബാൻ മാസത്തിൽ ഒരുപാട് മഹാന്മാർ വഫാത്തായ മാസമാണ്. അവരൊക്കെ അനുസ്മരിക്കുകയും ചെയ്യണമെന്നും അവരൊക്കെ തവസ്സുലാക്കുകയും ചെയ്യണമെന്നും ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ ശഅബാൻ 9 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ, അതുപോലെ സയ്യിദത്തുന ഉമ്മു ഐമൻ ബീവി, അതുപോലെ സയ്യിദത്തുന ഹഫ്സ ബീവി, അതുപോലെ ഇമാമുൽ ആദം അബൂ ഹനീഫ, അതുപോലെ ഇമാം ലൈസ് ഇബ്നു സഅദ് അൽ മിസ്രി, അതുപോലെ ഖാദി മുഹമ്മദ് ഇബ്നു സമാഅ, അതുപോലെ സയ്യിദുന അബൂ യസീദ് അൽ ബിസ്താമി, സയ്യിദുന അബുൽ ഹസൻ ഖർഖി, അതുപോലെ ഒരുപാട് മഹാന്മാർ, സയ്യിദുന അബുൽ ഫറാഹി മുഹമ്മദ് തർത്തൂസി, ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെ ഷെയ്ഖായ, അതുപോലെ ബഹുമാനപ്പെട്ട അബൂ സഈദ് മഖ്സൂമി ഔസുൽ ആദം റളിയല്ലാഹു അൻഹു ഷെയ്ഖായ, അതുപോലെ സയ്യിദുന മുഹമ്മദ് മഹാസിനി, അതുപോലെ ഒരുപാട് മഹാന്മാർ, സയ്യിദ് ജമാഅത്തുൽ ഇശാ നഖ്ശബന്ദി, അതുപോലുള്ള ഒരുപാട് മഹാന്മാർ ഈ മാസം വഫാത്തായിട്ടുണ്ട്. മുഹദ്ദിസുൽ ആലം സയ്യിദ് മുഹമ്മദ് സർദാർ അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ഖുന ഖമർ റളാഹ് ഖാൻ, ഷെയ്ഖ് ദക്തൂർ ഖമർ റളാഹ് ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഒരുപാട് മഹാന്മാർ, അബ്ദുൽ ഗനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹിം വനഫഅനാ ബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ, അതുപോലെ മഖ്ദൂമുൽ കബീർ സൈനുദ്ദീൻ ഫന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഒരുപാട് മഹാന്മാർ ഈ മാസം വഫാത്തായിട്ടുണ്ട്. മുഫസ്സിറുൽ ഖുർആൻ സയ്യിദ് അബുൽ ഹസനാത്ത് മുഹമ്മദ് അഹമ്മദ് ഖാദിരി
റഹ്മത്തുള്ളാഹി അലൈഹിം, അതുപോലെ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് അലി മാലിക്കി മക്കി റഹ്മത്തുള്ളാഹി അലൈഹിമുള്ള ഒരുപാട് മഹാന്മാർ ഈ മാസം വഫാത്തായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഏവരുടെയും ദറജാത്ത് ഉയർത്തി അള്ളാഹു അവർക്ക് മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് നൽകി അള്ളാഹു നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.